ഹലോ ഫ്രണ്ട്സ്, ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളിന്ന് ഏത്തപ്പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നാലായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് മുറിച്ചിടാം. ഇതിലേക്ക് കുരുമുളക് പൊടി, കായപ്പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് തീ കത്തിക്കാമേ. നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കായപ്പൊടിയും കുരുമുളക് പൊടിയും നിർബന്ധമായിട്ടും ചേർക്കണം. അത് വിട്ട് കളയരുത്. തീ കത്തിച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് നമുക്ക് നല്ല എണ്ണയിൽ എടുക്കാം. അപ്പോഴത്തേക്കിന് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി നമ്മൾ 3 ചുവന്നുള്ളി, ജീരകം, തേങ്ങ നല്ലപോലെ നരച്ചെടുക്കണം. മിക്സർ ജാറിലിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. തുറന്നു നോക്കാം പഴം എന്തോ ആയെന്നേ. ഒന്നുകൂടെ വേകാനുണ്ട്. ഒന്നുകൂടെ വേകട്ടെ. നമ്മൾ ഒരു പാത്രത്തിൽ കട്ട തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈര് നമുക്ക് നല്ലപോലെ നുടച്ചെടുക്കാം. അടപ്പത്ത് വെച്ചേക്കുന്ന പഴം ഒന്ന് തുറന്നു നോക്കാം. പഴം നമ്മളിവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി നേരം ഒത്തിരി ഉടയ്ക്കൊന്നും വേണ്ട. നല്ലപോലെ പഴം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർക്കാം. പഴത്തിൻ്റെ പുളിക്കനുസരിച്ച് ശർക്കര ചേർക്കണേ. ഇതും കൂടെ ഇതിനകത്തോട്ട് കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. ശർക്കര ഇതിനകത്തൊന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേന് ഈ പഴം ഒന്നും കൂടെ ഉടയും. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് പഴം വേവിക്കാൻ വെച്ചത് കേട്ടോ. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ജീരകം, ചുവന്നുള്ളി, തേങ്ങ ഇത് ചേർക്കാം. ശകലം വെള്ളം കൂടെ അരപ്പിൻ്റെ കഴുകി ഒഴിക്കേ. മറ്റേ നമ്മൾ വേവിച്ചതിനകത്ത് ഒരു ശകലം പോലും വെള്ളമില്ല. നമ്മളിപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തു. ഇതിന് നല്ലപോലെ മിക്സ് ചെയ്യാം. ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. വെള്ളം കുറവാണ്. അരപ്പ് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. തിളയ്ക്കണ്ട, ഒന്ന് ആവി വന്നാൽ മതി. അരപ്പ് ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചേക്കുന്ന തൈര് കുറയ്ക്കുക. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കണം. തൈര് ചേർക്കുന്ന സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് തൈര് ചേർക്കാൻ. പരുവത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് തിളപ്പിക്കരുത്. ഇനി തൈര് ഒഴിച്ചിട്ട് ചൂടാക്കാം. ഇളക്കി ചൂടാക്കണേ. ചൂടാവുന്ന സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് ഒരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം പുളിശ്ശേരിയുടെ ആയി വന്നിട്ടുണ്ട്. ചൂടായാൽ മതി. ചൂടാകുമ്പോൾ ഇങ്ങനെ ആയി പറക്കുന്ന കാണാം. ഈ സമയത്ത് നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഉലുവാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലപോലെ ആയി വന്നാൽ മതി കേട്ടോ. ചൂടായി ആയി വരുമ്പോൾ ഇങ്ങനെ ആയി പറക്കുന്ന കാണാം. എൻ്റെ തവിക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ആയി വരുന്ന കാണാമോ? നല്ലപോലെ ആയി വരുമ്പം ഇങ്ങനെ ആവി പറക്കുന്ന കാണാം. ചൂടാകരുത്. ഈ സമയത്ത് നമുക്കിത് വാങ്ങി വെച്ചിട്ടിനി കടുക് താളിക്കാം. ചട്ടി ചൂടായി ഓയിൽ ഒഴിക്കാം. കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, മുളക് പൊടി കൂടി ഇട്ടിട്ട് അതോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി എല്ലാവരും റെഡിയാക്കി നോക്കുക. ഈ റെസിപ്പിയിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ തരുന്ന പ്രചോദനമാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഊർജ്ജം. അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.